ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജർമ്മൻ പഠിക്കാൻ പോയ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പരീക്ഷ എഴുതുന്ന എല്ലാവരും, അതുപോലെ ജർമ്മൻ ഭാഷ പഠിക്കുന്ന എല്ലാവരും നല്ല ഉയർച്ചയും നല്ല വിജയവും എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 12-ാം തിരുവചനം. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയാണ്, രാത്രി സോളമന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ സോളമനോട് ദൈവം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമുക്ക് ആ വചനഭാഗം വായിക്കുമ്പോൾ അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സോളമൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ആലയത്തെ ഞാൻ ഹൃദയപൂർവ്വമായ കടാക്ഷ എപ്പോഴും ഉണ്ടാവും. ആ വചനഭാഗങ്ങൾ അവസാനം നമ്മൾ വായിക്കാൻ പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കാലതാമസം വരത്തില്ലെന്ന് ഇതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചില പ്രാർത്ഥനകൾ കൃത്യസമയത്ത് നടക്കുന്നില്ലെങ്കിൽ ദൈവം അത് നമുക്ക് ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുകൂടി തിരിച്ചറിയണം അല്ലേ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് താമസം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ചതിനേക്കാൾ നല്ലത് തരാനാണ് ദൈവം അതിന് അനുവദിക്കുന്നത് അല്ലേ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും പ്രത്യേകമായിട്ട് പഠിക്കാം. ആ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പരീക്ഷ എഴുതുന്നവർക്ക് ഉന്നതമായ വിജയം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരം കോഴ്സുകളിലും പല ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവേ, നിൻ്റെ ഹൃദയപൂർവ്വമായ കടാക്ഷ അവരുടെ മേലുണ്ടാകാനും ഉന്നതമായ വിജയം കൊടുത്ത് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ